ഹലോ ഗൈസ്, ഇറ്റ്സ് മി ഷഹീർ ഫ്രം ഷാബസ്യൂ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എങ്ങനെ നമുക്ക് ബോർഡ് എക്സാമിൻ്റെ മാർക്ക് കീമിൽ എൻ്റർ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എഴുതിയ കീം എൻട്രൻസ് എക്സാം 600 മാർക്കിന് വേണ്ടിയാണ് നമ്മൾ എഴുതിയത്. അത് നോർമലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് 300 മാർക്കിന് നമുക്കൊരു റിസൾട്ട് വന്നിട്ടുണ്ട്. ആ 300 മാർക്കും നമ്മുടെ PCM ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്ക് ഇൻക്ലൂഡ് 600ലാണ് നമുക്ക് അവസാനം മാർക്ക് വരിക. അപ്പോൾ അതിലൂടെയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റൊക്കെ വരിക. അപ്പോൾ അതെങ്ങനെ നമുക്ക് എൻ്റർ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനായി നമ്മൾ ce.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് കയറാം. അതിനുശേഷം നമ്മളെ രജിസ്റ്റർ നമ്പർ പാസ്വേഡ് ക്യാപ്ച ഒക്കെ അടിച്ചതിന് ശേഷം നമ്മളെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മളെ പ്രൊഫൈൽ, അഡ്മിറ്റ് കാർഡ് അങ്ങനെയുള്ള ആ ഡീറ്റെയിൽസ് പറയുന്ന ആ ഭാഗത്ത് മൂന്നാമതായിട്ടുള്ള ഓപ്ഷൻ വന്നിട്ട് കാണും, നമുക്ക് മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ്. ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് എന്ത് കാണാൻ പറ്റും? ബോർഡ് ഓഫ് ദി എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നമ്മൾ ബോർഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ കേരള ബോർഡ് ആയതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ CBSEക്കാരാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ പാസ് ഔട്ടായ വർഷം, ഏത് വർഷമാണ് ഞാൻ പാസ് ഔട്ടായത്? ഇപ്പോൾ ഞാൻ ഈ വർഷമാണ് +2 ചെയ്തുകൊണ്ട് എനിക്ക് 2026 സെലക്ട് ചെയ്യേണ്ടത്. അതും സെലക്ട് ചെയ്തതിന് ശേഷം അവസാനം കാണുന്ന രജിസ്റ്റർ നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ +2 പരീക്ഷ ഏത് രജിസ്റ്റർ നമ്പർ വെച്ചാണ് എഴുതിയത് ആ രജിസ്റ്റർ നമ്പർ നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ വ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയായി നമ്മളെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇത് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റാണോ എന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം അത് കറക്റ്റാണെങ്കിൽ താഴെ കാണുന്ന ഇഫ് ദ എബോവ് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്ന ഒരു കോളം നമുക്ക് കാണാം. അപ്പോൾ അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യുക? അവിടെ താഴെ ഒരു സ്ക്വയർ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ദ മാർക്ക് ഡാറ്റ എന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓക്കെ എന്നുള്ള പറയാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അത് ഓക്കെ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് വിടുക. അതിനുശേഷം നമ്മൾ ഒരു പുതിയൊരു ഇൻ്റർഫേസിലേക്ക് പോകും. അവിടെ നമുക്ക് പ്രിൻ്റ് ദ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്തതിന് ശേഷം നമ്മളെ കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ +2 PCM മാർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ CEയിൽ എൻട്രി ചെയ്തിട്ടുണ്ട് എന്ന ഒരു തെളിവായിട്ടുള്ള ഒരു PDF ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. वीडियोस बनाने हैं, फिल्मोरा है ना,